ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ 4th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്ററാണ് ഹമാര ആഹാർ. ആഹാർ എന്ന് വെച്ചാൽ ഫുഡാണ്, ഭോജൻ. കൈസാ ഹോ അപ്പന ആഹാർ, आओ मिलकर करे विचार, चावल दाल और सब्जी खाओ, तन में चुस्ती फुर्ती लाओ. കൈസാ ഹോ അപ്പന ആഹാർ, ആവോ മിൽക്കർ കരേ വിചാർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയിരിക്കണമെന്ന് നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ. ചാവൽ ദാൽ ഓർ സബ്ജി കാവോ, തന്മീം ചുസ്തി ഫുർത്തി ലാവോ. നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ചാവൽ റൈസ്, ദാൽ സബ്ജി ഖാവോ, സബ്ജി വെജിറ്റബിൾ കഴിക്കണം. തന്മീം ചുസ്തി ഫുർത്തി ലാവോ. ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നല്ല എനർജി കിട്ടുകയും നമ്മൾ ആക്റ്റീവ് ആവുകയും ചെയ്യും. കേവൽ ആലു തും മത്ത് ലാന, ഭിണ്ടി परवल नेनुआ भी खाना, दूध दही तुम चख कर खाओ, फल फूलों के बाग लगाओ. നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ തരത്തിലുള്ള സബ്ജി വെജിറ്റബിളും ഉൾപ്പെടുത്തണം. ആലു പൊട്ടാറ്റോ മാത്രം പോരാ, എന്തൊക്കെ വേണം? ഭിണ്ടി പർവൽ നേനുവാ ഫി ഖാനഹ, ഇതെല്ലാം കഴിക്കണം. ഭിണ്ടിയും പർവലും നേനുവായും കഴിക്കണം. ദൂത്ത് ദഹി തും ചക്ക് കർ ഖാവോ, ദൂത്ത് പാലും തൈരും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കുടിക്കണമെന്ന്. ഫൂൽ ഫലോങ്കി ബാഗ് ലഗാവോ. നമ്മുടെ വീട്ടിൽ തന്നെ പൂക്കളുടെയും പഴങ്ങളുടെയും ഒരു ഗാർഡൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ പൂക്കളും പഴങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. പുറത്തു പോയി വിഷാംശം നിറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കേണ്ടി വരത്തില്ല. ആം അമരൂദ് പപ്പീത കാവോ, കേല ബേൽഫി കർലേ ആവോ, ഖർബൂജ് തർബൂജ് കക്കടി ഖീര, ഗർമിക്ക് ഹർത്തി ഹേ പീഡ. നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം? ആം, अमरूद, पपीता, केला, बेल, ये सब खाना है. खरबूज तरबूज ककड़ी खीरा गर्मी की हरते है पीड़ा. ചൂട് സമയം നമ്മുടെ ശരീരം സ്വെറ്റാവും, നമുക്ക് കൂടുതൽ ദാഹം വരും. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്തൊക്കെയാണ്? കർബൂജ്, തർബൂജ്, കക്കടി, ഖീര. खूब करो पानी का व्यवहार, इसकी महिमा अपरंपार, भोजन में हो खूब सलाद, इसका है अपना अंदाज. നമ്മുടെ ശരീരത്തിൽ ജലാംശം വളരെ അത്യാവശ്യമാണ്. ഒരു ദിവസം 8 ലിറ്റർ വാട്ടറെങ്കിലും കുളിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ സലാദും ഉൾപ്പെടുത്തണം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂലി टमाटर गाजर खाना, पालक गोभी फूल न जाना, भूंजा सत्तो नियमित खाए, वैद्य हकीम करना आए. മൂലി എന്ന് വെച്ചാൽ റാഡിഷ്, ടൊമാറ്റോ, ഗാജർ, ക്യാരറ്റ്, ഇതെല്ലാം നമ്മൾ കഴിക്കണം. മൂലിയും ടൊമാറ്ററും ഗാജറും ഇതെല്ലാം ഭക്ഷണത്തോടൊപ്പം ഉൾപ്പെടുത്തണം. പാലക് കോഫി ഫുൾ ന ജാന, പാലക് ഒരു ലീഫാണ്, അതും നമ്മൾ കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂഞ്ച സത്തു നിയമിത ഖായി, വൈദ്യ ഹക്കീം കർണ ആയി. നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം പ്രോട്ടീൻ അടങ്ങിയ വറുത്ത കടലയും അതും നമ്മൾ റെഗുലറായിട്ട് കഴിക്കണം. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം വരില്ല, നമുക്ക് അസുഖം ഉണ്ടായില്ല. पेट से ज़्यादा जब कोई खाए, खाकर वह पीछे पछताए, ताज़ा खाना हरदम खाओ, नहीं बहाना कभी बनाओ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ലിമിറ്റ് വേണം. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റൊമക്കിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. താസാ ഖാന ഹർദം കാവോ, നഹി ബഹാന കബി ബനാവോ. താസാ ഖാന ഹർദം ഖാവോ, നഹി ബഹാന കബി ബനാവോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ ശ്രദ്ധിച്ചേ കഴിക്കാവൂ. ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സേ കഴിക്കാവൂ. പഴകിയ ആഹാര സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജബ് ഖാത്തെ ഹേ ഠംഗ് സെ ഖാന, വ്യാധി കോ ന മിലേ ബഹാന, ഐസാ ഹോ അപ്ന ആഹാർ കാക്കർ ഹം ന പടേ ബീമാർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖവും ഉണ്ടായില്ല, നമുക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യവും ഉണ്ടായില്ല. ഈ കവിതയിൽ നിന്നും നിങ്ങൾ എന്താണ് പഠിച്ചത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൽ, സബ്ജിയാം, ദാൽ, ചാവൽ, दूध दही ഇതെല്ലാം ഉൾപ്പെടുത്തണം അല്ലേ? खूब पानी पीना चाहिए, ताज़ा भोजन खाना चाहिए. അടുത്ത ക്ലാസ്സുമായി ടീച്ചർ വീണ്ടും വരാം. താങ്ക് യു.